ദക്ഷിണാന പ്രാരംഭമായ കർക്കിടക മാസത്തിൽ നടത്തുന്ന പിതൃകർമ്മങ്ങൾക്കാണ് ഏറ്റവും പ്രാധാന്യം. കർക്കിടകത്തിലും കുംഭമാസത്തിലെ ശിവരാത്രിക്ക് മുമ്പായി വ്രതമെടുത്ത് ചെയ്യുന്ന കർമ്മങ്ങളും പ്രാധാന്യം. കർക്കിടക മാസത്തിൽ പ്രതിക്ക് പ്രധാനമായിരിക്കുന്ന കർക്കിടക മാസത്തിലെ ബലി പല നാട്ടിലും പല ആചാരങ്ങളായിട്ട് നടത്തുന്നു. പിതൃക്ക് വേണ്ടി തർപ്പണം ചെയ്യുന്നത് പുരാണത്തിൽ വരെ മഹാഭാരതത്തിൽ തന്നെയുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിൽ മരിച്ചു പോയവർക്ക് വേണ്ടി ശ്രീകൃഷ്ണൻ യമുനാ നദിയിലിറങ്ങി തർപ്പണം ചെയ്യുന്നു. എല്ലാവരും കോടാനുകോടി ജനങ്ങൾ മരിച്ചൊരു യുദ്ധമാണ്. അവരവരെ ബന്ധുക്കൾക്ക് വേണ്ടി ശ്രീകൃഷ്ണൻ ചോടൊപ്പം മറ്റെല്ലാവരും തർപ്പണം ചെയ്യുന്ന രീതി. തർപ്പണം അത് പ്രധാനം. ഗായത്രി മന്ത്രം കൊണ്ടും ഇഷ്ടദേവത മന്ത്രം കൊണ്ടും ശ്രീശ്വരന്മാരുടെ മന്ത്രം കൊണ്ടും പിതൃക്കട മന്ത്രം കൊണ്ടും തർപ്പണം ചെയ്യുന്നു. പിതൃക്കൾക്ക് ഏറ്റവും പ്രധാനമുള്ള തർപ്പണം ചെയ്യുക, തൃപ്തിപ്പെടുത്തുക എന്നുള്ള. പിതൃ എന്ന വാക്ക് ത്രാണനം ചെയ്ത് രക്ഷിക്കുക എന്നർത്ഥം. പിതൃക്കളിൽ നിന്നാണ് ഋഷീശ്വരന്മാരും ദേവന്മാരും ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. പിതൃക്കൾക്ക് ചെയ്യുന്ന കർമ്മമാണ് ഏറ്റവും കൂടുതൽ കർമ്മം. മനുഷ്യജീവിത കാലഘട്ടത്തെ 4 തരംതിരിക്കുന്നു. ബ്രഹ്മചര്യ കാലഘട്ടം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഗൃഹസ്ഥൻ പഞ്ചയജ്ഞങ്ങൾ ആചരിക്കണം. നിത്യ നൈമിത്തിക കാമ്യ പ്രാച്ചിത്ത കർമ്മങ്ങൾ ആചരിക്കണം. പഞ്ചയജ്ഞങ്ങൾ ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, അതിഥി പൂജനം. ബ്രഹ്മയജ്ഞം എന്ന് പറയുക അധ്യയനവും അധ്യാപനവും, പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന. നമ്മുടെ ഈ ആചാരരീതികളും കുടുംബമര്യാദകളും പഠിപ്പിച്ചു തുടങ്ങണം. ഒരു കുടുംബത്തിൽ നിന്നാണ് എല്ലാ സംസ്കാരവും രൂപപ്പെടേണ്ടത്. അച്ഛനും അമ്മയും സഹോദരങ്ങളുള്ള നല്ല പെരുമാറ്റത്തിൻ്റെ രീതി, ആ ഒരു കുടുംബ പശ്ചാത്തലം. പണ്ട് കാലത്തുള്ള ദക്ഷിണായന പ്രാരംഭത്തിലും വിശേഷം എല്ലാ ദിവസങ്ങളും മാതാവോ പിതാവോ പേരക്കുട്ടികളൊക്കെ ഇരുന്ന് നാമം ചെല്ലുന്നൊരു സമ്പ്രദായമുണ്ട്. കർക്കിടകത്തിൽ പ്രത്യേകിച്ചും രാമായണം മുതലായ പാരായണം ചെയ്ത് കുട്ടികളൊക്കെ കാണിച്ചു കൊടുക്കുന്ന ഒരു സമ്പ്രദായം. പല ക്ഷേത്രങ്ങളിൽ രാമായണ മത്സരങ്ങളൊക്കെ നടത്തി കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ലാതായിരിക്കണം. കുടുംബമായിട്ട് ഒന്നിച്ചു ചേർന്നിരുന്ന ആഹാരം കഴിക്കും, സന്ധ്യക്കുള്ള പ്രാർത്ഥന, അവരെ ബ്രഹ്മയജ്ഞം അവരെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. പഠിക്കുകയും പഠിപ്പിക്കുക എന്നുള്ള ഈ ആചാരങ്ങൾ മക്കളെയും പേരക്കുട്ടികളും പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അപ്പം ദേവയജ്ഞം അവർക്ക് നല്ല അറിവ് പകർന്നു കൊടുക്കുക. ദിവ എന്ന് വെച്ചാൽ വെളിച്ചം എന്ന വാക്കിൻ്റെ അർത്ഥം. ദിവ നല്ല അറിവ് പകർന്നു കൊടുക്കുക, പുരാണങ്ങൾ വായിക്കാനുള്ള ആ അവസരം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക, അടുത്തുള്ള ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഭക്തി വളർത്തിയെടുക്കുക. ഇതൊക്കെ ദേവയജ്ഞത്തിൽപ്പെടും. പിതൃയജ്ഞം നമ്മൾക്ക് ഈ ശ്രേയസ്കരമായ ജീവിതം തന്ന പൂർവികരെ സ്മരിക്കുന്നതാണ്. പിതൃയജ്ഞത്തിൽപ്പെടും. പിതൃയജ്ഞത്തിൽ നമ്മൾ കർക്കിടക മാസത്തിൽ ഏറ്റവും പ്രാധാന്യം. ദക്ഷിണായന പ്രാരംഭമായ കർക്കിടക മാസത്തിൽ എല്ലാ വീടുകളിലും രാമായണ പാരായണവും നാമജപങ്ങളും ചെയ്യുന്നു. പിന്നെ കർക്കിടകത്തിലെ അമാവാസി ദിവസം തലേ ദിവസം ഒരിക്കലെടുത്ത് മരിച്ച കാരണവന്മാർക്ക് വേണ്ടി അവരുടെ പൂർവികരായിട്ട് സമ്പാദിച്ച് കിട്ടിയിരിക്കുന്ന ഭൂമി കൈകാര്യം ചെയ്യും. ഭൂമിയിൽ നിന്ന് വിളയെടുക്കുകയും തെങ്ങിൽ നിന്നുള്ള കരിക്ക് മുതലായ ദാഹം വെക്കുന്നു. അവരെ സ്മരണ. അച്ഛൻ വെച്ച് പിടിപ്പിച്ച തെങ്ങാണ്. അതിൽ നിന്നുള്ള നാളികേരം എടുത്ത് വെട്ടി ദാഹം വെക്കുന്ന ഒരു സമ്പ്രദായം അവരെ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അന്ന് രാത്രി അടാ മുതലായ കരിക്ക് ദാഹം വെക്കുന്നത് കുട്ടികളെയും കൂടി കാണിച്ചു കൊടുക്കണം. കുട്ടികൾ കണ്ടുപിടിക്കണം ജീവിച്ചിരിക്കാത്ത അവർക്ക് വേണ്ടി ചെയ്യുന്ന പ്രാധാന്യം. പിതൃക്കളെ എന്തോരം സ്നേഹിക്കുന്നു, വാത്സല്യത്തോട് നോക്കുന്നതാണ്. പണ്ട് കാലത്ത് എൻ്റെ കൊച്ചിൻ്റെ കുട്ടികൾക്ക് ക്ഷാമമുള്ള കാലഘട്ടത്തിലും അടയൊക്കെ ഉണ്ടാക്കി ശർക്കരയും ബീരയും കൂടി കുഴച്ച് ഏലക്കായൊക്കെ ചേർത്ത് വെച്ച് ഇത് കഴിയുമ്പോൾ ഇത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് വല്ലപ്പോഴും കാലത്ത് ഇതുപോലെയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. അതൊക്കെ കഴിക്കാൻ ടേസ്റ്റും പിള്ളേർ അടുത്തുകൂടിയും വളഞ്ഞു തരുന്ന അമ്മയുടെയൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്നതിൻ്റെയും അവസാനം ഇതിൽ നിന്ന് രുചിക്കുന്ന ടേസ്റ്റുകളും അതൊന്നും ഇല്ലാതായിരിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ കുളിച്ച് നമ്മൾ വീട്ടിൽ വിളക്ക് വെച്ച് ഗണപതിക്ക് വെച്ച് ശർക്കരയും പഴമൊക്കെ വെച്ച് കാർന്നമാരെ സ്മരിക്കുന്ന പണ്ട് ഒരു ഉരുളിയിൽ പച്ചരിയൊക്കെ ഇട്ട് വേവിച്ച് തനിയെ
ശ്രാർത്ഥ കൂട്ടുന്ന പരിപാടി തെക്കൻ ജില്ലകളിലേക്ക് ഉണ്ടായിരുന്നു. വടക്കൻ ജില്ലകളിൽ ക്ഷേത്രത്തിൽ പോയി ബലിയിടും. ബലി എന്ന് വെച്ചാൽ ദാനം എന്നാണ് അർത്ഥം. പിതൃക്കൾക്ക് വേണ്ടി അന്നം ദാനം ചെയ്യുന്നതിനും തർപ്പണം എന്ന തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി ജലം കയ്യിലെടുത്ത് ഗായത്രി മന്ത്രം കൊണ്ടും ഇഷ്ടദേവൻ്റെ മന്ത്രം കൊണ്ടും ശ്രീശരന്മാരുടെ മന്ത്രം കൊണ്ടും പിതൃക്കളെ വിചാരിച്ചും ചെയ്ത് തർപ്പണം ചെയ്യുന്ന തൃപ്തിപ്പെടുത്തുക എന്നുള്ള അർത്ഥം. ശ്രാർത്ഥം ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന എന്നർത്ഥം. ബലി എന്താ വെച്ചാൽ ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ ഐശ്വര്യസമ്പൂർണമായിരിക്കുന്ന ജീവിതം കെട്ടിപ്പടുക്കാനും രാമായണത്തിലെ സഹോദര സ്നേഹം പോലെ തന്നെ നമ്മളും അച്ഛനുമുള്ള സ്നേഹങ്ങൾ ബന്ധുജനങ്ങളും സഹോദരങ്ങളും ഒക്കെയുള്ള സ്നേഹം ഊട്ടി വളർത്തുന്നതും ധർമ്മിഷ്ഠനായ പുരുഷൻ്റെ ഒരു ഓർമ്മ പുതുക്കലും കൂടിയാണ് ആ രാമായണ പാരായണം. അപ്പോൾ ആചാര്യ തപസ്സ ആമനായ ജപേന നിയമേന ചൊത്സവേന അന്നദാനേന ക്ഷേത്രവിത്യർത്തു പഞ്ചത എന്നുള്ള പ്രമാണമനുസരിച്ച് ആചാര്യ തപസ്സ ആചാരിക്കുന്നവരൊക്കെ ആചാര്യന്മാരും തപസ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ആചാരങ്ങളൊക്കെ ശാസ്ത്രങ്ങളാണ്. ആചാര്യ തപസ്സ ആമനായ ജപേന ശ്രദ്ധയോടുകൂടിയുള്ള നാമജപം ഗൃഹാന്തരീക്ഷത്തെ ശുദ്ധി ചെയ്യുകയും അവൻ്റെ ജീവിതത്തിന് ഐശ്വര്യ സമ്പൂർണ്ണ നിയമമനുസരിച്ച് ഉയരണം. നിയമോത്സവേന അന്നദാനേന് ക്ഷേത്രവിത്യർത്ഥ പഞ്ചത ഈ നാമം ചോദിച്ചു പ്രാർത്ഥനയോടുകൂടി അവൻ്റെ ധർമ്മത്തിൽ ക്രമേണ ഉയരണം. അവൻ്റെ ജീവിതം ഉയരണമെന്ന് ഇത് അമ്പലത്തിലെ കൊടിയേറ്റാക്കി തീർത്ത് കാണിച്ചു തരും. നിയമോത്സവേന അന്നദാനേന ക്ഷേത്രവിത്യർത്ഥ പഞ്ചത ഇതം കൗന്ദേയം ക്ഷേത്രമിഭ്യത ഈ ശരീരമാകുന്ന ക്ഷേത്രത്തിൻ്റെ വളർച്ചയും അവൻ്റെ ഐശ്വര്യവും രോഗദുരിതങ്ങളില്ലാത്ത ഒരു ഫാമിലി ആക്കുന്നതിനും കൂടി വേണ്ടിയാണ് ഈ ആചാര അനുഷ്ഠാനങ്ങൾ. ആചാര്യ തപസ്സ ആമ്നായ ജപേന നിയമോത്സവേന അന്നദാനേന ക്ഷേത്രവിത്യർത്ഥ പഞ്ചത. ആചാരങ്ങളൊക്കെ ശാസ്ത്രങ്ങളാണ്. അപ്പം ഗൃഹസ്ഥൻ പഞ്ചയജ്ഞങ്ങൾ ആചരിക്കണം. ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, പിതൃയജ്ഞം, അതിഥി പൂജനം. ഗൃഹത്തിലേക്ക് വരുന്ന ആളെ മിത്രമായി കണ്ട് സ്വീകരിക്കണം. ശത്രുതരൊക്കെ മറന്നു പോകണം. ഇതുകൊണ്ടാണ് ദുര്യോധന് സ്വർഗസിംഹാസനം കിട്ടിയത്. ദുര്യോധനൻ പല ഇതൊക്കെ ചെയ്യുമെങ്കിലും അധർമ്മങ്ങളൊക്കെ ചെയ്യുമെങ്കിലും തന്നെ ആശ്രയിക്കുന്നവരെ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്നു. ദുര്യോധന് സ്വർഗസിംഹാസനവും പാണ്ഡവരൊക്കെ നരകത്തിലും. പാണ്ഡവർ നരകത്തിൽ കിടക്കാൻ കാരണം അശ്വത്ഥാത്മാവ് മരിച്ചെന്ന് കളവ് പറഞ്ഞത് കൊണ്ടാണ് ഈ പാണ്ഡവർക്ക് നരകത്തിൽ പിന്നീട് യമധർമ്മൻ അവരെ ആകാശഗംഗയിൽ മുക്കി മോക്ഷത്തിന് അർഹനാക്കി തീർക്കും. ഇനി ദുര്യോധൻ്റെ പോലെ തന്നെ നമ്മൾ ആ ഭാവങ്ങൾ മാറ്റി ശത്രുവാണെങ്കിലും നമ്മളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ മിത്രമായി കണ്ട് സ്വീകരിച്ചുകൊണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു ഭാരതത്തിൻ്റെ ആചാര രീതിയാണ് അതിഥി പൂജനം. വരുന്ന ആൾക്കാരെ നമുക്ക് അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിഥിയിൽ വരാത്ത ആൾ, നമുക്ക് പരിചയമില്ലാത്ത ആൾ പെട്ടെന്ന് വന്നു കയറി ചേരുന്ന അതിഥി എന്ന് പറയുന്നു. ഓർക്കാപ്പുറത്ത് വരുന്നത് ഭൂതയജ്ഞം മിണ്ടാപ്രാണിക്ക് ആഹാരം കൊടുക്കുക എന്നുള്ളത്. മിണ്ടാപ്രാണിക്ക് ആഹാരം കൊടുക്കുമ്പോൾ അത് കൊടുത്തിട്ട് അതൊന്ന് കഴിച്ചിട്ട് ഒന്ന് അതിനെ രുചിച്ചിട്ട് കൊടുക്കുന്നവനെ നോക്കി താങ്ക്സ് പറഞ്ഞിട്ട് മറ്റു മൃഗങ്ങളെല്ലാം ഭക്ഷണം കഴിക്കുള്ളൂ. ആ താങ്ക്സ് പറച്ചിലും അതിൻ്റെ നോട്ടവും നമ്മുടെ ജന്മജന്മാന്തര ദോഷദുരിതങ്ങൾ മാറിക്കിട്ടും. അത് ഗുരുജനങ്ങളുടെ വചനം. ഇതാണ് നമ്മളെ ഊട്ടിയുറപ്പിക്കുന്ന ഭാരതത്തിൻ്റെ ശാസ്ത്രമാണ്. ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ആചാര രീതിയാണ് ഹിന്ദുമതം എന്ന് പറയുന്നത്. ആചാര രീതി, ഒരു സംസ്കാര രീതി. ഭാരതത്തിൽ ജീവിക്കുന്നവരൊക്കെ ഹിന്ദുമത ആചാരം അനുസരിച്ചാണ് ജീവിക്കുന്നത്. കുളിയും ജപവും ഈ സംസ്കാരവും നിലനിർത്തുന്ന ഭാരതം. ഇതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് കർക്കിടകത്തിൽ രാമായണ മാസം ആചരിക്കുന്നതും കർക്കിടകത്തിൽ പിതൃക്ക് വേണ്ടി ചെയ്യുന്നതും രോഗദുരിതങ്ങൾ വരുന്ന സമയം കൂടിയാണ്. അതുകൊണ്ട് പലവിധ രോഗങ്ങൾ വരുന്നതുകൊണ്ട് ഔഷധക്കഞ്ഞികൾ സേവിക്കുന്നതും പുകക്കുന്നതും പുരാണങ്ങളും ഒക്കെ. രാമനെ നമ്മൾ അഹല്യ ദ്രൗപദി സീത താരോമണ്ഡോദരി തഥാ പഞ്ചകന്യ സ്മരേ നിത്യം മഹാപാതകനാശനം. ഞങ്ങളൊക്കെ ചെറുതായത് പഠിപ്പിക്കുന്ന ആദ്യം എണീറ്റ് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കിടക്കേ കിടന്നുണ്ട് ഹരിഹരന്മാരെ വിചാരിക്കണമെന്ന. ഹരി എന്നാ രസിപ്പിക്കുന്നവൻ, ഹരൻ എന്ന് പറഞ്ഞാൽ നശിപ്പിക്കുന്ന. നമ്മുടെ ദോഷങ്ങളെല്ലാം ഇല്ലാതാക്കി തീരുന്നത്
ശിവനും ദോഷങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ സന്തോഷിക്കാൻ വേണ്ടി ഹരി രസിപ്പിക്കുന്നതോ. അപ്പോൾ ഹരിഹരന്മാർ വിചാരിച്ചുകൊണ്ട് കിടന്നിട്ട് രണ്ട് കൈ നോക്കി കരാഗ്രവസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ തഥാ ഗൗരി പ്രഭാതേ കരദർശനം അഹല്യ ദ്രൗപദി സീത താരോ മണ്ഡോദരി തഥാ പഞ്ചകന്യസ്മരേ നിത്യം മഹാപാതകനാശനം എന്ന് വിചാരിച്ച് വലതുവശം നിറഞ്ഞെണീറ്റ് ഭൂമിയിലേക്ക് തൊടുന്നുകൊണ്ട് ഭൂമി ദേവിനെ തൊട്ട് വന്നിക്കും. സമുദ്രവസനേ ദേവി പർവ്വതസ്തരമണ്ഡലേ വിഷ്ണുഭക്തി നമസ്തുഭ്യം പാദർപർശം ക്ഷമസമേ എന്ന് തൊട്ടുകൊടുത്തിട്ടാണ് നമ്മുടെ നിത്യാനുഷ്ഠാനങ്ങൾ തുടങ്ങുന്നത്. ഇതാണ് നമ്മൾ കർക്കിടക മാസത്തിൽ അനുഷ്ഠിക്കേണ്ടതും ഓരോ കുടുംബങ്ങളും ചെയ്യേണ്ട ആചാര്യരീതി. രാമായണം വായിക്കുകയും കുട്ടികളെ പഠിപ്പിക്കുകയും രാമ എന്ന് ജപിച്ചാൽ തന്നെ സഹസ്രനാമ തത്തുല്യമെന്നാണ്. അതുകൊണ്ട് ഈശ്വരനാമത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുണ്ട്. ഭഗവാന്റെ നാമം ഒരേ അവതാരത്തിലും പെടുന്നു. നാരായണ നാരായണ എന്ന് ചോദിച്ച സന്താനങ്ങളൊക്കെ നേർവഴിക്ക് നയിക്കും. ഒരിക്കൽ ബ്രഹ്മാവിൻ്റെ മാനസപുത്ര നാരദൻ മടിയിലിരിക്കുന്നു. അച്ഛനെന്താ പെരുമറിക്കണമെന്ന് നാരദൻ ചോദിക്കും. ഞാൻ ഭഗവാന്റെ നാമം ജപിക്കുകയാണ്, നാരായണ മന്ത്രം ഏറ്റവും ശ്രേയസ്കരമാണ്. അപ്പം നാരദൻ പറയും, അച്ഛൻ എന്ത് ഭാഗ്യവാനാണ്, ഞാൻ ഒരു പ്രാവശ്യം നാരായണെന്ന് ചോദിക്കുമ്പോൾ അച്ഛന് 4 പ്രാവശ്യം ജപിക്കാൻ പറ്റും. അച്ഛനൊരു ഭാഗ്യമൊന്നും നാരദൻ ചോദിക്കുന്ന വഴികൾ. അപ്പം ഭക്തി ഉണ്ടെങ്കിൽ മനുഷ്യൻ നന്നാകും എന്നുള്ള നാരദൻ്റെ വചനം നാരദനും വ്യാസനും കൂടി കണ്ടുമുട്ടുമ്പോൾ സുഖമാണോ എന്ന് വ്യാസനോട് നാരദൻ ചോദിക്കും. സുഖമാണെന്ന് വ്യാസം മറുപടി പറയും. എന്നുള്ള നേരം പൂർണ്ണമായ പ്രസന്നത മുഖത്തിലല്ലോ. ഞാൻ മഹാഭാരതമൊക്കെ എഴുതിയുണ്ടാക്കി ധർമ്മം ജയിക്കുന്നതായിട്ടൊക്കെ എഴുതി വെച്ച്, എന്നിട്ട് മനുഷ്യൻ നന്നാകണില്ല. അതിനകത്ത് ഭക്തിയില്ല. ഭക്തി ഉണ്ടെങ്കിൽ മനുഷ്യൻ നന്നാവും. ഭക്തി മുക്തി ലഭിക്കാനുള്ള മാർഗമാണ്. അത് ഏറ്റവും എളുപ്പമെന്ന് ലഭിക്കുന്ന സ്ഥലമാണ് ക്ഷേത്രം. ലളിതമായ രീതിയിൽ ലഭിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് ഭക്തിയോടുകൂടി വളർത്താനായിട്ട് കുഞ്ഞുങ്ങളെ, നമ്മുടെ ഭാരതത്തിലെ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുപോയി പഠിപ്പിക്കണം. സഹവർത്തിത്വത്തോടു കൂടി പഠിപ്പിക്കണം. വിദേശ രാജ്യങ്ങളിൽ ഇന്ന് രാമായണം പഠിപ്പിക്കുന്നു ഇഷ്ടം പോലെ സ്ഥലത്ത്. രാമൻ്റെ പോലെ സ്നേഹം മറ്റാൾക്കാർക്കുമില്ല. സഹോദര സ്നേഹം കൊണ്ട് ഒത്തിണങ്ങിയതാണ് രാമായണം. അത് വിദേശ രാജ്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നു. അപ്പം ഭാവി തലമുറയെ വളർത്തിയെടുക്കാനായിട്ട് രാമായണം ഭാഗവതം മുതലായ കഥകൾ പഠിപ്പിക്കുകയും പാരായണം ചെയ്യുകയും പഠിപ്പിക്കുകയും നമ്മുടെ ഈ ആചാരങ്ങൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കാനും. അച്ഛനമ്മക്കുമാർക്ക് ഇത്രയല്ല, നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ദേവാന്തർപ്യാമി നമാം ദേവഗണാന്തർപ്യാമി നാം ഋഷിഗണാന്തർപ്യാമം പിതൃഗണാന്തർപ്യാമിയോ എന്ന് പറഞ്ഞിട്ട് അബ്രഹ്മസ്തംഭോര്യന്തം ദേവഋഷി പിതൃമാനവ തൃപ്തന്തുപിതരം സർവാൻ മാതൃമാതേ മഹാദയം അതീതകുലകോടീനാം സബ്ദദ്വീപനിവാസീനാം അബ്രഹ്മഭുവനാം ലോകൻ ഇതമസ്തു തിലോദകം. ഇതാണ് ഭാരതീയൻ്റെ മഹത്വം. നമ്മുടെ പിതൃക്കൾക്ക് എന്നോടൊപ്പം അബ്രഹ്മസ്തംഭോര് ആദി ബ്രഹ്മാവൂട്ട് ചിത്തിവംശ പരമ്പരയിൽ തുടങ്ങി നാട്ടിലൊരു ചെടി ഉണങ്ങിയിട്ട് വേണ്ട ആത്മാവിനും 7 ദ്വീപിലും ജനിച്ചു മരിച്ചവർക്കും വേണ്ടിയുള്ള അവരുടെയും ശ്രേയസ്സിന് വേണ്ടി എള്ളും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന ഭാരതീയൻ്റെ സംസ്കാരം. ഇതാണ് മഹത്തരമായി ഇന്നും നിലനിർത്തുന്ന ഭാരത സംസ്കാരം. ആരെയും തന്നിൽ നിന്ന് അന്യമല്ലാതെ എന്നു കാണുന്നു സർവവും സർവചരാചരങ്ങളും എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു. എല്ലാവരെയും തുല്യമായിട്ട് കാണുന്നു. സർവചരാചരങ്ങൾ ഈശ്വര ധരിച്ചിട്ട് ഈ ഭൂമിക്കും അതിൻ്റെ ശ്രേയസ്സിനും മാനവൻ്റെ ഉയർച്ചയ്ക്കും വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളാണ് ഈ പഞ്ചയജ്ഞങ്ങൾ. അതിൽ വരുന്ന പിതൃയജ്ഞം അനുഷ്ഠിക്കാൻ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ. എല്ലാ കുട്ടികളെയും കാണിച്ചു കൊടുക്കണം. കുട്ടികളും ബലിയിട്ടുകൊണ്ട് കുഴപ്പമില്ല. അപ്പൂപ്പന്മാർക്ക് വേണ്ടി അവർക്കും ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ആചാരം പഠിക്കുകയും ചെയ്യുക എന്നുള്ള മഹത്തരമായ സന്ദേശം.